തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഒരു ദിവസം പിന്നിട്ടിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വമാണ്. ഇന്നും ദില്ലിയിൽ നടത്തിയ മാരത്തൺ ചർച്ചയിൽ തീരുമാനമായില്ല. നേതാക്കൾ തമ്മിൽ തർക്കം രൂക്ഷമായതും പല മണ്ഡലങ്ങളിലും ഭിന്നാഭിപ്രായം വന്നതുമാണ് ആദ്യഘട്ട പട്ടിക വൈകാൻ കാരണം. കേരള നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുന ഖാർഗെയുമായും കൂടിക്കാഴ്ച നടത്തി. സ്ഥാനാർത്ഥി നിർണയത്തിൽ ധാരണയിലെത്താത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് ഹൈക്കമാൻഡ്. 70 സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തി നാളെ വമ്പൻ പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. ആദ്യ പട്ടിക ഉണ്ടാവോ? ഇന്ന് തെരഞ്ഞെടുപ്പ് സമിതി ഇല്ല. നേരത്തെ 24 മണിക്കൂർ പ്രഖ്യാപിക്കുന്നതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നേ. BJP അടക്കം പട്ടിക വന്നു. വൈകുന്നത് ഒരു തിരിച്ചടിയാവില്ലേ? നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായിട്ട്. നോബൽ 24 മണിക്കൂറിനകം പ്രഖ്യാപിക്കും എന്ന് മാത്രമല്ല, എന്താ സംശയം എന്നും ചോദിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ്. മധു, 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് കോൺഗ്രസ് പറഞ്ഞെങ്കിലും അതിലേക്ക് എത്താൻ കോൺഗ്രസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നേതാക്കൾ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമാണ് ഈ ഘട്ടത്തിൽ ഉള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പല മണ്ഡലങ്ങളിലും വ്യത്യസ്ത അഭിപ്രായവും തർക്കവും രൂക്ഷമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിച്ച സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും നേരത്തെ വ്യക്തമാക്കിയത് ഇന്ന് ആദ്യഘട്ട പട്ടിക 40 മുതൽ 50 വരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കും എന്നായിരുന്നു കോൺഗ്രസ് വ്യക്തമാക്കിയത്. പക്ഷേ അതിന് സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ആദ്യഘട്ട പട്ടിക ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. നാളെയാണ് വീണ്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇപ്പോൾ ചേരാൻ നിശ്ചയിച്ചിരിക്കുന്നത്. നാളത്തെ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും ആദ്യ പട്ടിക പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന് നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നു. സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ അത് നിലപാട് അറിയിക്കുകയും ചെയ്യുന്നു. അതാണെങ്കിലും വലിയ തരത്തിൽ അതൊരു തിരിച്ചടിയായി തന്നെ വിലയിരുത്താനായി വരും. കാരണം 24 കോൺഗ്രസിന്റെ ആദ്യഘട്ട പട്ടിക നാളെ മിക്കവാറും 70 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും പുറത്തുവരിക. നോബൽ മാരിക്കാരൻ വിവരങ്ങൾ നൽകിയത്.